കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തച്ചമ്പാറ പഞ്ചായത്തിലെ തോടംകുളത്ത് വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണ്ണാർക്കാട് തച്ചമ്പാറ തോടംകുളത്ത് താഴെത്തേതിൽ ചന്ദ്രന്റെ വീടിന് മുകളിലേക്കാണ് തേക്ക് മരം കടപുഴകി വീണത്. വീട് പൂർണ്ണമായും ഉപയോഗശൂന്യമായ വിധം തകർന്നതായി പ്രദേശവാസി ടി സുന്ദരൻ പറഞ്ഞു. ഒരു 12 മണി 12:30ക്കാണ് ഇങ്ങനെ എന്നെ പൊട്ടിയെന്നും പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുന്നത്. ഇങ്ങനെ കാറ്റടിച്ച് ഒന്നായിട്ട് ഞാൻ വന്നു. വീടിൻ്റെ അടുത്താണ്. ആ വീടിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ കാറ്റടിച്ച് ഒന്ന് മൊത്തം തേക്ക് പഴങ്ങി പെരയുടെ മുകളിലോട്ട് കിടക്കുന്നു. അപ്പോഴേ തന്നെ എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരോട് ഞാൻ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവരെല്ലാം വന്നു. പിന്നെ പെര ഞങ്ങൾ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ പെര നല്ല ഇടിഞ്ഞു പൊളിഞ്ഞ് നല്ല ശോചനീയാവസ്ഥയിലാണ്. ഇവർക്കാണ് ഈ പണിയില്ലാതിരിക്കുകയാണ്. കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പെരയിൽ ഇനി കയറി കിടക്കാനും പറ്റില്ല. അപ്പോൾ അതിന് എന്താ വേണ്ട ക്രമീകരണങ്ങൾ നോക്കി അതിന് വേണ്ട അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് ആ അധികാരികൾ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. നല്ല കാറ്റും മഴയുണ്ടായിരുന്നു. പ്രകൃതിക്ഷോഭം അതിനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ വേറൊന്നും ഇവിടെ ആളപായില്ല. ബോർഡൊക്കെ അവരുടെ മേത്ത് വീണു. എൻ്റെ ചേട്ടനാണ്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെറിയ വേദനകളൊക്കെ ഉണ്ട് അവർക്ക്. അവരാരോ ഡോക്ടറെ അടുത്ത് പോയി അതിൻ്റെ ട്രീറ്റായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി നാളത്തെ കാര്യം എന്താണെന്ന് അറിയാൻ ഡോക്ടറെ നാളെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. പ്രായമായ ചന്ദ്രനും ഭാര്യ സുലോമണി, മകൻ സുരേന്ദ്രൻ, മകൻ്റെ ഭാര്യ ശാലിനി, ചെറുമക്കളായ സുശാന്ത്, സുകന്യ എന്നിവരാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. വലിയ ശബ്ദത്തോടെയാണ് വീടിന് മുകളിലേക്ക് മരം വീണത് എന്നും ഓടുകളെല്ലാം ദേഹത്താണ് പതിച്ചത് എന്നും ചന്ദ്രനും കുടുംബവും പറഞ്ഞു. രാത്രി 2 മണിക്കാണ് മരം കാറ്റ് വീശിയപ്പോൾ ഒന്നായിട്ട് കുഴങ്ങി വീഴാണ് ഉണ്ടായത്. ബോർഡുകളൊക്കെ പാടെ മേത്ത് വന്ന് വീണ് പിള്ളേർക്കും ഇവർക്കൊക്കെ ഇത് പറ്റി. ഞാൻ രാവിലെ ആശുപത്രിയിൽ പോയി വീട്ടുകാരെയും കൂട്ടിയിട്ട് ഡോക്ടറെ ഒന്ന് കൊണ്ടേ കാണിച്ചു. നിൻ്റെ അവിടെ വേദന ഉണ്ടായിരുന്നു. പിന്നെ കാർപ്പൻ്റർ ഞാൻ കുറേ പണിക്കൊന്നും പോക്കില്ല. പണികളില്ലേലും ഒരുപാട് നാശനഷ്ടം പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇനി അതിൽ ഇരിക്കാൻ പറ്റില്ല. എന്തായാലും അത് മൊത്തം ഇളകിയിരിക്കുകയാണ്. മൺകട്ടയതുകൊണ്ടേ മൊത്തം പൊളിഞ്ഞ് ഇതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇരിക്കാൻ തീരെ പറ്റില്ല. അച്ഛനാണെങ്കിൽ സുഖമല്ലാതെ ഇരിക്കുന്ന അച്ഛനാണ്. അതുകൊണ്ട് ഇങ്ങനെ വീട് തന്നെ പറ്റും. അല്ലാതെ എന്ത് ചെയ്യാനാ?